Today we are going to take the topic advantages and disadvantages of internal and external sources of recruitment. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ സോഴ്സസ് ഏതൊക്കെ സോഴ്സിലൂടെയാണ് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുക, അതിന് വിത്തിൻ ദ ഓർഗനൈസേഷൻ എക്സ്റ്റേർണൽ ഏതൊക്കെയാണെന്ന് കണ്ടു. പിന്നെ നമ്മളിനി അത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണ്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് അതിൽ ഇൻറ്റേർണൽ സോഴ്സിൻ്റെ, എക്സ്റ്റേണൽ അല്ല, നമ്മൾ ആ വിത്തിൻ ദ ഓർഗനൈസേഷൻ നടത്തുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത് ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി. അതെന്താണ്? എക്കണോമിക്കലാണ്, അതായത് ചിലവ് വളരെ കുറവുള്ളതാണ്. നമ്മൾ ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുക്കുക, മാഗസിനിൽ ആഡ് കൊടുക്കുക, ലേബർ കോൺട്രാക്ടേഴ്സിന് കമ്മീഷൻ കൊടുക്കുക, അങ്ങനെയുള്ളതൊന്നുമില്ല. അതുകൊണ്ട് വളരെ കോസ്റ്റ് കുറവാണ്. സെക്കൻഡ് വൺ, കാൻഡിഡേറ്റ്സ് ആർ ഓൾറെഡി ഓറിയൻറ്റഡ് ടുവേർഡ്സ് ദ ഓർഗനൈസേഷൻ. അവിടെ എക്സിസ്റ്റിംഗ് വിത്തിൻ ദ ഓർഗനൈസേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് നടത്തുന്നത്, റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനീനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ, അവിടുത്തെ വർക്കിംഗ് എൻവയോൺമെൻറ്റ്, സാലറി പാക്കേജ്, എംപ്ലോയറായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം അവർക്ക് അറിയാവുന്നതാണ്. അവർക്ക് ഓറിയൻറ്റേഷൻ കിട്ടിയിട്ടുള്ളതാണ്, അവർ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിത്തിൻ ദ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനെ പറ്റി തന്നെ നല്ലോണം ഓറിയൻറ്റേഷൻ കിട്ടിയിട്ടുള്ളവരാണ് നമ്മുടെ ഇൻറ്റേർണൽ സോഴ്സ്. 3 എന്ന് പറയുന്നത് ഓർഗനൈസേഷൻസ് ഹാവ് ബെറ്റർ നോളജ് അബൌട്ട് ഇൻറ്റേർണൽ കാൻഡിഡേറ്റ്സ്. തിരിച്ചും നമുക്ക് ഓർഗനൈസേഷനെ പറ്റി എംപ്ലോയീസിനെ അറിയുന്ന പോലെ തന്നെ ആ ഓർഗനൈസേഷനും എംപ്ലോയീസിനെ പറ്റി വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ആക്യുറേറ്റ് ആയിരിക്കും ഈ സോഴ്സ് എന്ന് പറയുന്നത്, റിലയബിൾ ആയിരിക്കും, നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. കാരണം ഓരോ എംപ്ലോയിനെയും നമുക്ക് നല്ലോണം അറിയാം, നമ്മുടെ കമ്പനിയോടുള്ള ബിഹേവിയർ എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു എംപ്ലോയി ഒരാളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമുക്കതിനെ തിരിച്ചറിയാൻ സാധിക്കും, എങ്ങനെയാണ് എംപ്ലോയി ചെയ്തേക്കണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളെയാണ് എംപ്ലോയി കൊണ്ടുവരിക എന്നുള്ളത്. 4ാമത്തെ, എംപ്ലോയി മൊറൈൽ ആൻഡ് മോട്ടിവേഷൻ ഈസ് എൻഹാൻസ്ഡ്. എംപ്ലോയിയുടെ മൊറൈലും മോട്ടിവേഷനും എന്ന് വെച്ചാൽ ഞങ്ങൾ നല്ലോണം വർക്ക് ചെയ്താൽ ഞങ്ങൾക്ക് ഒരു ഹയർ, ഇപ്പോൾ പ്രൊമോഷൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഒരു ഹയർ ജോലി കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു ജോലിയിലേക്ക് ഞങ്ങളെ എടുക്കും എന്നുള്ളൊരു ബോധ്യമുള്ളപ്പോൾ, ഒരു പുതിയൊരു ജോബ് വരുമ്പോൾ ഞങ്ങളെ കൺസിഡർ ചെയ്യും എന്നൊരു ബോധം ഉണ്ടെങ്കിൽ അവർ നല്ല മോട്ടിവേഷനോട് കൂടി വർക്ക് ചെയ്യും. നെക്സ്റ്റ് വൺ, ഇറ്റ് സേവ്സ് ടൈം. എന്താണ്? ടൈം സേവിങ് മെഷറാണ്. എന്ന് പറഞ്ഞാൽ എന്താ? വളരെയധികം സമയം കുറവ് മതി. ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുത്ത് പിന്നെ അതിൻ്റെ റെസ്പോൺസ് കിട്ടി, ആ റെസ്പോൺസിനെ ബേസ് ചെയ്ത് ഇൻ്റർവ്യൂ നടത്തി നമുക്ക് സമയമെടുക്കും. പക്ഷേ ഈ ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയി പറയാണ്, സാറേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവൻ നന്നായി വർക്ക് ചെയ്യണതാണ്, ഓക്കെ എന്നാൽ കൊണ്ടുവരൂ. അപ്പോൾ നമ്മൾ പെട്ടെന്നാണ് കാര്യങ്ങൾ നടക്കണേ, അല്ലേ? നെക്സ്റ്റ്, നോ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഈസ് റിക്വയേർഡ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഉള്ളിലുള്ള വ്യക്തികൾ കൊണ്ടുവരുന്ന ആളുകളെയാണ് നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ പ്രൊമോഷനും ട്രെയിനിങ്ങും ഒക്കെ ആണെങ്കിൽ ഇൻഡിവിജ്വൽ, ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻഡിവിജ്വലിനെ തന്നെയാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോ സെപ്പറേറ്റ് ട്രെയിനിങ് ഈസ് നീഡഡ്. അതിനവർക്ക് എന്ത് കൊടുക്കേണ്ട? സെപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല. 7th വൺ, സെൽഫ് ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ. സെൽഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏതൊരു സ്ഥാപനം എടുത്താലും എംപ്ലോയീസ് ഓൾവേസ് ലുക്കിംഗ് ഫോർ ഹയർ പോസ്റ്റ്. അവരെന്താ ആഗ്രഹിക്കണേ? ഹയർ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ അവർ സെൽഫ് ഡെവലപ്മെൻറ്റാണ് അവിടെ നടക്കണേ. എനിക്ക് HOD ആവണം, അല്ലെങ്കിൽ എനിക്ക് സീനിയർ അസിസ്റ്റൻ്റ് ആവണം, സീനിയർ അക്കൗണ്ടൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ താഴെ കടകളിലുള്ള അക്കൗണ്ടൻറ്റ് നല്ലവണ്ണം വർക്ക് ചെയ്യും. അപ്പോഴാണ് അയാൾക്ക് എന്താവാൻ പറ്റുള്ളൂ? സീനിയർ ആവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് സെൽഫ് ഡെവലപ്മെൻറ്റിനുള്ളൊരു വേദി കൂടിയാണ്. ദെൻ നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയീസ് ഓർഗനൈസേഷൻ വിട്ടു പോകാനുള്ള സാധ്യത അതിവിടെ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? നല്ലോണം വർക്ക് ചെയ്താൽ ഞങ്ങൾക്ക് ഹയർ പ്രൊമോഷൻ, ഹയർ പോസ്റ്റിലേക്കുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ അവനവൻ ചെയ്യുന്ന വർക്കിനനുസരിച്ച് അവനവന് കൺസിഡറേഷൻ കിട്ടുമ്പോൾ, ഒരു അംഗീകാരം കിട്ടുമ്പോൾ അവരൊരിക്കലും ആ സ്ഥാപനം വിട്ടു പോകാനായിട്ട് ആഗ്രഹിക്കില്ല. അപ്പോൾ അതാണ് ലേബർ ടേൺ ഓവർ നല്ലോണം കുറയ്ക്കാനായിട്ട് ഇത് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്. എക്കണോമിക്കലാണ്, ലെസ് കോസ്റ്റ്ലി ആണ്. പിന്നെ കാൻഡിഡേറ്റ്സിനെ പ്രത്യേകിച്ച് കമ്പനിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, അവർ ഓൾറെഡി
അതിനോട് ഓറിയൻറ്റഡ് ആണ്. പിന്നെയോ ഓർഗനൈസേഷന് കാൻഡിഡേറ്റ്സിനെ കൂടുതലായിട്ട് പരിചയപ്പെടേണ്ട കാര്യമില്ല, അവരെയും നമുക്ക് നല്ലോണം അറിയാവുന്നതാണ്. അതുകൊണ്ട് ആ ഒരു സോഴ്സ് എന്ന് പറയുന്നത് വളരെ ആക്യുറേറ്റും റിലയബിളും ആയിരിക്കും. പിന്നെന്താണ്, എംപ്ലോയിയുടെ മൊറയിൽ, അവരുടെ ധാർമ്മികത, അതുപോലെ തന്നെ അവരുടെ മോട്ടിവേഷൻ, അതും വളരെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും, കൂട്ടാൻ സാധിക്കും. പിന്നെയോ ടൈം കൺസ്യൂമിങ് ഇല്ല, അത് വളരെ സമയം ലാഭിക്കുന്ന ഒന്നാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആവശ്യമില്ല, ഓൾറെഡി ആ ഓർഗനൈസേഷനിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് വരണേ, അതുകൊണ്ട് സെപ്പറേറ്റ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. സെൽഫ് ഡെവലപ്മെൻ്റ് ഉണ്ട്, ലേബർ ടേൺ ഓവർ കുറയ്ക്കാൻ സാധിക്കും. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഡിസഡ്വാൻറ്റേജിൽ പറയണത് ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓൾഡ് കോൺസെപ്റ്റ് ഓഫ് ഡൂയിങ് തിങ്സ്. കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഓൾഡ് കോൺസെപ്റ്റാണ് ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറയുന്നത്. മോഡേൺ ടെക്നിക്കിൽ പുതിയ പുതിയ ബ്രെയിനുകളാണ് നമ്മൾ കടം വാങ്ങണേ അല്ലേ, പുതിയ പുതിയ ബ്രെയിനാണ് കടം എടുക്കണേ. അതുകൊണ്ട് എന്താണ്, ഒരു ട്രഡീഷണൽ മെത്തേഡാണ് ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറയുന്നത്, മോഡേൺ അല്ല. അടുത്തത് ഇറ്റ് അബേറ്റ്സ് റെയ്ഡിങ്. റെയ്ഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളവിടെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു, മറ്റ് ഓർഗനൈസേഷനുകൾ പോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പൗച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ നമ്മളെക്കാൾ കൂടുതൽ സാലറി ഓഫർ ചെയ്തുകൊണ്ട് അവർ പിടിച്ചു വാങ്ങാനുള്ള, നമ്മുടെ എംപ്ലോയീസിനെ വലിക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അതിവിടെ പോസിബിളാണ്. കാരണം നമ്മൾ എക്സ്റ്റേണൽ സോഴ്സുകൾ ഒന്നും എടുക്കണില്ല, നമ്മുടെ ഇൻറ്റേർണൽ സോഴ്സുകളെ മാത്രം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, റിക്രൂട്ട്മെൻറ്റ് നടത്തണേ. അപ്പോൾ തന്നെ എന്താ ഉണ്ടാവുക, ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഓഫർ ചെയ്യണേക്കാൾ ബെറ്റർ സാലറി വെച്ചുകൊണ്ട് മറ്റു ഓർഗനൈസേഷനിലേക്ക് പോകാനുള്ള സാധ്യത. നെക്സ്റ്റ്, കാൻഡിഡേറ്റ്സ് കറണ്ട് വർക്ക് മേ ബി എഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഓൾറെഡി ഒരു ജോലിയിൽ ഇരിക്കുന്നവനാണ് നമ്മളുടെ ഇൻറ്റേർണൽ എംപ്ലോയി എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ഇപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു ചീഫ് അക്കൗണ്ടൻറ്റിൻ്റെ പോസ്റ്റിലേക്കാണ് ഒഴിവ് വന്നേക്കണേ. അപ്പോൾ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണോ, ട്രാൻസ്ഫറിലൂടെ അല്ലെങ്കിൽ പ്രൊമോഷനിലൂടെ നമ്മൾ അദ്ദേഹത്തിന് സീനിയർ അക്കൗണ്ടൻറ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് അപ്പോയിൻ്റ് ചെയ്യുകയാണ്. അങ്ങനെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ അയാളുടെ മൊറയിലൊക്കെ കൂടുന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ അയാൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ടിങ് വർക്കില്ലേ, അത് ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് സ്റ്റേജിലായിരിക്കും, അയാൾ എടുത്ത പണി പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇൻറ്റേർണൽ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾറെഡി കറണ്ട് ജോബിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. അടുത്തത്, പൊളിറ്റിക്സ് പ്ലേ ഗ്രേറ്റർ റോൾസ്. പൊളിറ്റിക്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രേഡ് യൂണിയനാണ്. അപ്പോൾ നമ്മളിവിടെ തുടക്കത്തിലേ പറഞ്ഞു, ഓൾറെഡി ഇവിടെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അവർക്ക് റെഫറൻസ് വയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നു. അതേപോലെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, റെക്കമെൻഡേഷനുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മൊറൽ പ്രോബ്ലം ഓഫ് ഫോർ ദോസ് നോട്ട് പ്രൊമോട്ടഡ്. നമ്മൾ പോസിറ്റീവായിട്ട് പറഞ്ഞു, മൊറയിൽ എംപ്ലോയീസിൻ്റെ കൂട്ടാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു, അത് സത്യം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പ്രൊമോഷൻ കിട്ടാത്ത എംപ്ലോയീസിൻ്റെ മൊറലിനെ അത് അഡ്വേഴ്സായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഹയർ ലെവൽ പോസ്റ്റ് സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കണേ, പക്ഷെ എല്ലാവർക്കും കൂടി കിട്ടില്ല. ഒരു വേക്കൻസിയാണ് വരണമെങ്കിൽ അതിൽ നിന്ന് തന്നെ ഒരു ഫിൽട്രേഷൻ നടത്തി ഒരാൾക്കാണ് നമ്മൾ ജോലി കൊടുക്കണേ. അപ്പോൾ അതേ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള ബാക്കി 2-3 പേര് ഇത് കിട്ടാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കിടയിൽ അസൂയയും എന്താ പറയുക, മോട്ടിവേഷൻ ഇല്ലായ അവരുടെ ധാർമ്മികത, അതൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി നോട്ട് സ്യൂട്ടബിൾ ഫോർ എൻട്രി ലെവൽ ജോബ്സ്. എൻട്രി ലെവൽ ജോബ്സ് പറഞ്ഞാൽ ദാറ്റ് റിക്വയേഴ്സ് ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഫ്രഷ് മൈൻഡ്സ്. നമുക്ക് ചില ജോലികളുണ്ട്, ഇപ്പോൾ IT ഫീൽഡിലേക്കുള്ള ജോലികൾ, ചിലത് എന്താണ്, ഫ്രഷ് മൈൻഡിനെ നമുക്ക് വേണ്ട. അതായത് ഓൾറെഡി പ്രോഗ്രാംസൊക്കെ എന്താണ് ഡേ ബൈ ഡേ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കണേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികളെയാണ് അത്തരം പോസ്റ്റുകളിലേക്ക് നമ്മൾ പ്രിഫർ ചെയ്യുക, കാരണം ആ ഒരു ഫ്രഷ് മൈൻഡ് കിട്ടാൻ വേണ്ടി. അങ്ങനെയുള്ള ജോലികളെയാണ് നമ്മൾ എൻട്രി ലെവൽ ജോബ്സ് എന്ന് പറയുന്നത്, ഫ്രഷേഴ്സിനെ കൊണ്ട് ചെയ്യിക്കാവുന്ന ജോലികൾ. അത്തരം ജോലിക്ക് ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ്, ദേ ആർ ഔട്ട്ഡേറ്റഡ് ആണ് അല്ലേ, പഴയ ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഫ്രഷ് മൈൻഡ് വേണ്ട അല്ലെങ്കിൽ ഫ്രഷ് ബ്രെയിൻ വേണ്ട ജോലികൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്തത്, ഓൺലി ലിമിറ്റഡ് ഓപ്ഷൻ. എന്താ ലിമിറ്റഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, പേപ്പറിലാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 ആളെ ആകെ നമുക്ക് വേണ്ടി വരുള്ളൂ. പക്ഷെ അതേ സ്ഥാനത്തേക്ക് നമുക്ക് കിട്ടണത് 100, 200, 300 ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിരിക്കും.
അപ്പോൾ അവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാടുണ്ട്. അതേസമയം ഇവിടെ എംപ്ലോയി പ്രിഫർ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആകെ 3-4 റെഫറൻസ് അങ്ങനെ കിട്ടണേ. ആ റെഫറൻസിൽ നിന്നുള്ള ഒരാളെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഓപ്ഷൻ വളരെ ലിമിറ്റഡ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് ഒറിജിനാലിറ്റി. ഇവിടെ ഒറിജിനാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, നോ ന്യൂ ഐഡിയാസ്. എന്തുണ്ടാവില്ല, ഓൾറെഡി ഉള്ളവരുടെ ഒരു സഹായം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഒട്ടും ന്യൂ ഐഡിയാസ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. 9, റെഡ്യൂസ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഓർഗനൈസേഷൻ ഡ്യൂ ടു ഫ്രീക്വൻറ്റ് ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയീസ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫറും അതേപോലെ തന്നെ എന്താണ്, പ്രൊമോഷനൊക്കെയാണ്. അപ്പോൾ ഇവിടെയുള്ള എംപ്ലോയീസിന് തന്നെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണു, ട്രാൻസ്ഫർ ചെയ്യണു. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടൊരു ട്രാൻസ്ഫറുകൾ നടക്കുമ്പോൾ ആ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റീനെ വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അത് നിങ്ങൾ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ടീച്ചർ, ഞങ്ങൾക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എടുക്കാനായിട്ട് ആദ്യത്തെ ഒരു 5 ക്ലാസ്സിൽ ഞാൻ വന്നു. ഇത് കഴിഞ്ഞ് രാജി മിസ് പോയതിന് ശേഷമായി രാജി മിസ്സിനെ മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റി നിങ്ങൾക്ക് മറ്റൊരു ടീച്ചറെ തന്നു. അങ്ങനെ ഒരു മാസം ആ ടീച്ചറെടുത്ത് ആ ടീച്ചറോട് ഇണങ്ങി വരുമ്പോഴാണ് ആ ടീച്ചറെ വേറെ ക്ലാസ്സിലേക്ക് മാറ്റിയിട്ട് മൂന്നാമതൊരു ടീച്ചറെ തരണേ. സോ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇത് തന്നെയാണ് ഓർഗനൈസേഷൻ്റെ കേസിലും. അടുത്തത് ഡിനയൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഔട്ട്സൈഡേഴ്സ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇൻറ്റേർണൽ സോഴ്സ് റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ എക്സ്റ്റേണൽസിനുള്ള അവസരമാണ് നമ്മൾ എന്ത് ചെയ്യണത്, നിഷേധിക്കുന്നത്. ഈ എക്സ്റ്റേണൽസിന് ഓർഗനൈസേഷനിലേക്ക് കടക്കാനുള്ള അവസരം നമ്മൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ദ ലാസ്റ്റ് വൺ, ഇറ്റ് എൻകറേജസ് ഫേവറിറ്റിസം ആൻഡ് നെപ്പോട്ടിസം. ഫേവറിറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ, പക്ഷപാതം അല്ലേ. നെപ്പോട്ടിസം എന്ന് പറഞ്ഞാലോ, പക്ഷപാതം എന്ന് പറയുന്നത്, നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ സ്വജന പക്ഷപാതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരെ കൊണ്ടുവരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരോട് കൂടുതൽ ഇഷ്ടം കാണിക്കാനുള്ള ചാൻസ്. അതാണ് നമ്മൾ എന്തെന്ന് പറയണത്, ഇൻറ്റേർണൽ സോഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടേ, ഒന്നും കൂടെ നിങ്ങളൊന്ന് റീകളക്ട് ചെയ്തേക്കുക. ഇനി ഇതൊക്കെ തന്നെ നമുക്കൊന്നും കൂടെ എക്സ്റ്റേണൽ സോഴ്സിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇൻറ്റേർണലിനെ കണ്ടു, ഇൻറ്റേർണലിൻ്റെ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും കാണുന്ന പോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ സോഴ്സിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് വൺ പറയണത് ബെനിഫിറ്റ്സ് ഓഫ് ന്യൂ സ്കിൽസ് ആൻഡ് ടാലൻസ്. പുതിയ പുതിയ സ്കില്ലും പുതിയ പുതിയ ടാലൻസും നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഏതിൽ, എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റിൽ. 2, ബെനിഫിറ്റ്സ് ഓഫ് ന്യൂ എക്സ്പീരിയൻസസ്. നമ്മുടെ കമ്പനിയിലുള്ള എക്സ്പീരിയൻസ് മാത്രമേ നമുക്ക് എവിടെ കിട്ടുള്ളൂ, ഇൻറ്റേർണൽ സോഴ്സിൽ കിട്ടുള്ളൂ. എന്നാൽ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ, അവർ മറ്റൊരു ഓർഗനൈസേഷനിൽ ചെയ്തേക്കുന്ന പ്രാക്ടീസുകൾ, അതൊക്കെ നമുക്കും കൂടെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 3, കംപ്ലയൻസ് വിത്ത് റിസർവേഷൻ പോളിസി ബിക്കംസ് ഈസി. റിസർവേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഓർഗനൈസേഷനിൽ ഫ്യൂച്ചറിൽ ഒരു പെട്ടെന്നൊരു വേക്കൻസി വന്നാൽ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വേക്കൻസി വന്നാൽ അതിന് ഫില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിനുള്ള റിസർവ് നമ്മുടെ എംപ്ലോയീസ് ഉണ്ടോ, അതാണ് റിസർവേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ. ഇൻറ്റേർണൽ സോഴ്സിൽ ഇല്ല. കാരണം നമ്മൾ പെട്ടെന്ന് ഒരാളെ ആവശ്യം വന്നാൽ നമ്മുടെ എംപ്ലോയിയുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെയോ ആ പോസ്റ്റിലേക്ക് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. എന്നാൽ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 പേരുടെ വേക്കൻസിക്ക് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ 200 ആപ്ലിക്കേഷൻ ആയിരിക്കും. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ഇൻ്റർവ്യൂ നടത്തി നമ്മളൊരു 5 പേരെയെങ്കിലും നമ്മുടെ റിസർവിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ബെസ്റ്റ് 2നെയാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ എംപ്ലോയീസ് എന്തുണ്ടാവും, റിസർവിലുണ്ടാവും. ദെൻ 4th വൺ, സ്കോപ്പ് ഓഫ് റിസെൻമെൻറ്റ്, ജെലസ് ആൻഡ് ഹാർട്ട് ബേൺ ആർ അവോയ്ഡഡ്. എന്തുണ്ടാവില്ല, ഇൻറ്റേർണൽ ആകുമ്പോൾ എനിക്ക് എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, എൻ്റെ അതേ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഉള്ളൊരു വ്യക്തി, എന്നിട്ട് അദ്ദേഹത്തിന് ജോലി പ്രൊമോഷൻ കിട്ടി, എനിക്ക് കിട്ടിയില്ല, എന്തുണ്ടാവും, ഹാർട്ട് ബേൺ ഉണ്ടാവില്ല, എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥയുണ്ടാവും. പിന്നെന്താ, അവനോട് ഓട്ടോമാറ്റിക്കലി എനിക്കൊരു ജലസി, അസൂയ ഉണ്ടാവും, അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാവും മനസ്സിന്. ഇതൊന്നും തന്നെ എക്സ്റ്റേണൽ സോഴ്സിൽ ഉണ്ടാവില്ല. കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തിയോ നമ്മൾ റെഫർ ചെയ്യുന്ന വ്യക്തിയോ അല്ല, പ്യുവർലി എക്സ്റ്റേണൽ ആയിട്ടുള്ള വ്യക്തികളാണ് അവിടേക്ക് വരുന്നത്. നെക്സ്റ്റ്, വൈഡർ ഓപ്ഷൻസ് ആണ്. ഇൻറ്റേർണലിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു, എന്ത്, ലിമിറ്റഡ് ഓപ്ഷനേ ഉള്ളൂ എന്ന്. നമുക്ക് വേണ്ട കിട്ടിയ 10 എണ്ണത്തിൽ നിന്ന് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരണേന്ന് പറഞ്ഞു. അതേസമയം എക്സ്റ്റേണലിലോ 200, 1000
നിങ്ങളൊരു മാട്രിമോണിയലിൻ്റെ പരസ്യം തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലേ? 1000 അല്ല 1,00,000 ചോയ്സ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? അപ്പോൾ അതേപോലെ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരുപാടാണ്. അതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ വൈഡർ ഓപ്ഷനാണ്. ദ ലാസ്റ്റ് വൺ, അവൈലബിലിറ്റി ഓഫ് ക്വാളിഫൈഡ് പേഴ്സണൽ. നമ്മൾ ഒരു ആഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സിന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പറയുമ്പോഴൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ക്വാളിഫിക്കേഷൻ എന്തുള്ളവർ വേണം, എന്ത് സ്കില്ലാണ് വേണ്ടത്, എന്താണ് നമ്മുടെ വർക്കിൻ്റെ ടൈപ്പ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒരുപാട് വരും. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യണം. അല്ലാതെ നമ്മുടെ കമ്പനിയിലൊരു എംപ്ലോയിനെ പ്രൊമോട്ട് ചെയ്യല്ല ചെയ്യണേ. അങ്ങനത്തെ കുറേ പേര് വന്നതിൽ നിന്ന് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തി ആരോ അയാളാണ് നമ്മൾ എലക്ട് ചെയ്യണേ. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡിസഡ്വാൻറ്റേജസിൽ ഫസ്റ്റ് വൺ, ബെറ്റർ മൊറൈൽ ആൻഡ് മോട്ടിവേഷൻ അസോസിയേറ്റഡ് വിത്ത് ഇൻറ്റേർണൽ റിക്രൂട്ടിംഗ് ഈസ് ഡിനൈഡ്. ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻ്റ് ആവുമ്പോൾ നമുക്കെപ്പോഴും ഒരു ചാൻസ് ഉണ്ടാവും, നമുക്കെപ്പോഴും ഒരു മനസ്സിലൊരു ഇതുണ്ടാവും. എന്ത് നല്ലോണം ബെറ്റർ മോട്ടിവേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ റിക്രൂട്ടിങ് നടത്തുമ്പോൾ ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും എന്നുള്ളൊരു ഒരു മനസ്സ് അവരിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷേ എക്സ്റ്റേണൽ സോഴ്സിൻ്റെ കേസിൽ എന്താണ്, നമ്മൾക്ക് എത്ര വലിയ പോസ്റ്റ് ഇവിടെ വന്നാലും പുറത്തുനിന്നുള്ള ആൾക്കാരെ എടുക്കുള്ളൂ എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്ത് കിട്ടില്ല, നമുക്ക് ഒരു മൊറൈൽ ഉണ്ടാവില്ല എംപ്ലോയീസിന്. 2, ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി മെത്തേഡ്. അത് നിങ്ങൾക്ക് നല്ലോണം അറിയാം. നമ്മൾ ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുക്കുക, ലേബർ കോൺട്രാക്ടേഴ്സിനെയാണ് ഏൽപ്പിക്കണമെങ്കിൽ അവർക്ക് കമ്മീഷൻ കൊടുക്കുക, അതല്ലെങ്കിൽ ടി വിയിൽ ആഡ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വെരി കോസ്റ്റ്ലിയാണ്. 3, ചാൻസസ് ഓഫ് ക്രീപ്പിംഗ് ഇൻ ഫോൾസ് പോസിറ്റീവ് ആൻഡ് ഫോൾസ് നെഗറ്റീവ് എറേഴ്സ്. ഇനി ഇവിടെ നമ്മൾ എന്താണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ടെന്ന്. നമ്മൾ ആഡ് കൊടുക്കണം. ആഡ് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള വ്യക്തികളുണ്ടല്ലോ. ഈ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ജോലിക്ക് അനുസരിച്ച് തന്നെ ഞാൻ പോകണമെന്നില്ല. എന്ത് ജോലി കിട്ടണോ ഞാനപ്പോൾ അപ്ലൈ ചെയ്യും. കാരണം എനിക്കിപ്പോൾ ജോലി ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം, നമുക്ക് വേണ്ട എംപ്ലോയീസിന് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ തന്നെ കിട്ടും എന്ന് ഉറപ്പില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ന്യൂ എംപ്ലോയീസ് ടേക്കൺ ലോങ്ങർ ടൈം. ആദ്യമായിട്ടൊരു സ്ഥാപനത്തിലേക്ക് പുതിയ എംപ്ലോയീസാണ് വരണമെങ്കിൽ ആ വർക്കിംഗ് കണ്ടീഷനുമായിട്ട് വർക്ക് എൻവയോൺമെൻറ്റായിട്ടൊക്കെ പുതിയ എംപ്ലോയീസ് അഡ്ജസ്റ്റ് ചെയ്യാനെടുക്കുന്ന സമയം വളരെ കൂടുതലായിരിക്കും. ഇൻറ്റേർണൽ സോഴ്സ് ആണെങ്കിൽ നമ്മുടെ കമ്പനിയെ പറ്റി നല്ലോണം അറിയാവുന്ന വ്യക്തികൾ, അവർ പെട്ടെന്ന് അതിനോട് കോപ്പ് പോകും. പക്ഷെ പുറത്തുനിന്ന് വരുന്ന വ്യക്തിയാവുമ്പോൾ അതിനോട് അങ്ങോട്ട് യോജിച്ച് പോരാനായിട്ട് കുറച്ച് സമയമെടുക്കും. പിന്നെ കൺസ്യൂംസ് ലോട്ട് ഓഫ് ടൈം. അതറിയാലോ, ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. കാരണം ഇത് പേപ്പറിൽ കൊടുത്ത് അത് അവിടെ നിന്ന് റിപ്ലൈ വന്ന് ഒക്കെ വരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. ദ ലാക്ക് ഓഫ് കോപ്പറേഷൻ. അതെന്താണ്, പുതിയൊരാൾ ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ ഓർഗനൈസേഷനിൽ അടുത്ത പോസ്റ്റിലേക്ക് വരണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് പെട്ടെന്ന് അവരെ ഇതിനോട് യോജിച്ചെടുക്കും. അതേസമയം പുതിയൊരു വ്യക്തിയാണ് വരണമെങ്കിൽ ഒരു കോപ്പറേഷൻ്റെ ഒരു കുറവുണ്ടാവും. നമ്മൾ അവരുമായിട്ട് അടുക്കാനും സഹകരിക്കാനുള്ള ഒരു ചാൻസ് അവിടെ കുറയും. അടുത്തത് ഡീമോറലൈസേഷൻ ഓഫ് പ്രസൻറ്റ് എംപ്ലോയീസ്. അത് നേരത്തെ പറഞ്ഞു, ഇവിടെ ഉള്ളവർക്ക് ഒരു അസൂയയും ദേഷ്യവും ഒക്കെ ഉണ്ടാവും വരുന്ന ആളോട്. അപ്പോൾ അവരുടെ ഒരു മൊറാലിറ്റീനെ തന്നെ അത് അഡ്വേഴ്സായിട്ട് ബാധിക്കും. അടുത്തത് ഗ്രേറ്റർ ലേബർ ടേൺ ഓവർ. എന്താ കാര്യം, എത്ര നന്നായിട്ട് ഞാൻ വർക്ക് ചെയ്താലും പ്രൊമോഷനുള്ള സാധ്യതയില്ല. കാരണം ഇപ്പോൾ ചീഫ് അക്കൗണ്ടൻറ്റിൻ്റെ പോസ്റ്റിലേക്ക് ഒരു ഒഴിവ് വന്നാൽ അപ്പോൾ പേപ്പറിൽ പരസ്യം കൊടുത്ത് പുതിയ ആളെ എടുക്കും. ഞാനൊരു സാധാരണ അക്കൗണ്ടൻ്റ് എന്നുള്ള നിലയ്ക്ക് എത്ര നന്നായിട്ട് വർക്ക് ചെയ്താലും എനിക്ക് ആ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടില്ല എന്ന് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും, മറ്റ് കമ്പനിയിലെ ചീഫ് അക്കൗണ്ടൻറ്റിൻ്റെ പോസ്റ്റിലേക്ക് ക്ഷണിക്കുമ്പോൾ ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ ഞാൻ അവിടെ പോകും. ഓക്കെ, സോ ലേബർ ടേൺ ഓവറിനുള്ള ചാൻസ് കൂടുതലാണ്. ലാസ്റ്റ് വൺ, ലോസ് ഓഫ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. അതാണ് മിസ് ഇപ്പോൾ പറഞ്ഞത്. എപ്പോൾ വേണമെങ്കിലും എന്നെ പറഞ്ഞേക്കാം, എന്നേക്കാൾ നല്ലൊരു ക്വാളിഫിക്കേഷനിലുള്ള ആൾ വന്നാൽ എന്നെ ചിലപ്പോൾ പറഞ്ഞു വിടാം, അങ്ങനെയുള്ളൊരു ചാൻസ്. ആ ഒരു ഭയം, ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എംപ്ലോയീസിൻ്റെ മനസ്സിൽ വളരെയധികം ഉണ്ടാകും. ഓക്കെ, അതാണ് അടുത്ത ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയണേ. അപ്പോൾ ദ ഔട്ട്സൈഡ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് സെലക്റ്റഡ് ബൈ ആൻ എൻ്റർപ്രൈസ് ഡിപ്പെൻഡ്സ് ഓൺ
many factors like size of organization, nature of job, cost of source, time consumed, etc. അപ്പോൾ ഇതാണ് എക്സ്റ്റേണൽ സോഴ്സ് പറയണേ. അതൊരുപാട് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ട് വേണം എക്സ്റ്റേണൽ സോഴ്സ് എടുക്കാനായിട്ട്. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കണ്ടു. ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയായിരുന്നു? കോസ്റ്റ്ലി മെത്തേഡാണ്, പിന്നെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്, പിന്നെ എറേഴ്സ് സംഭവിക്കാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. പുറത്തുനിന്നുള്ള ആൾക്കാരാകുമ്പോൾ ഒരു പരിചയമില്ലാത്തവരാണ് വരണേ. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഡിസിഷനിൽ, നമ്മൾ എടുക്കുന്ന ഡിസിഷനിൽ തെറ്റ് വരാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. പിന്നെ ലേബർ ടേൺ ഓവർ കൂടും. എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് മൊറാലിറ്റി ആൻഡ് മോട്ടിവേഷൻ രണ്ടും ഉണ്ടാവില്ല. ബെറ്റർ മോട്ടിവേഷനും ഉണ്ടാവില്ല, അവരുടെ മൊറാലിറ്റീനെ തന്നെ അത് ബാധിക്കും. അസൂയൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്, പുതിയ എംപ്ലോയീസിന് നമ്മുടെ കമ്പനിയുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള സമയം കൂടും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെൻറ്റ്. നമ്മളൊരു കമ്പനിയുടെ റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കണം, എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം റിക്രൂട്ട്മെൻറ്റ് നടത്താനായിട്ടെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഫസ്റ്റ് ഫാക്ടറായിട്ട് പറയുന്നത് നമ്മൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്, അതായത് ആ കമ്പനിയുടെ ഉള്ളിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം റിക്രൂട്ട്മെൻറ്റ് നടത്താനായിട്ടെന്ന് കാണാം. ദ ഫസ്റ്റ് വൺ ഈസ് റിക്രൂട്ട്മെൻറ്റ് പോളിസി. ഇത് നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞു, പ്രോസസ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൽ പറഞ്ഞിരുന്നു റിക്രൂട്ട്മെൻറ്റ് പോളിസിന്ന്. അതായത് നമ്മുടെ കമ്പനിക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്താനുള്ള പോളിസികളുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നടത്തണം എന്നൊക്കെ നമ്മുടെ കമ്പനി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ഇൻറ്റേർണൽ ആയാലും എക്സ്റ്റേണൽ ആയാലും നടത്താനായിട്ട്. രണ്ട്, സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതും വളരെയധികം റിക്രൂട്ട്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. നമ്മുടെ ഓർഗനൈസേഷൻ എങ്ങനെയുള്ളതാണെന്ന്, സൈസ് സ്മോൾ ബിസിനസ്സാണോ അതോ ലാർജ് സ്കെയിൽ ബിസിനസ്സാണോ, സൈസ് കൂടിയതാണോ? അപ്പോൾ സ്മോളിന് ഉപയോഗിക്കാവുന്ന ചില മെത്തേഡ് ഉണ്ടാവും, ലാർജ് ബിസിനസ്സിന് ഉപയോഗിക്കാവുന്ന മെത്തേഡ് ഉണ്ടാവും. ചിലത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ബിഗ് കൺസേൺസ് എന്നല്ലേ. ഒരുപാട് കോസ്റ്റ്ലി വരുന്നതൊന്നും തന്നെ സ്മോൾ കൺസേൺ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സൈസും നോക്കിയിട്ട് വേണം റിക്രൂട്ട്മെൻറ്റ് നടത്താൻ. തേർഡ് വൺ, റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ്. ആ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ നമുക്ക് വേണ്ടി വരുന്ന ടോട്ടൽ എക്സ്പെൻസ് അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഏത് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നടത്തണം, ഏത് സോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളത് കമ്പനികൾ തീരുമാനിക്കാൻ. ദെൻ 4, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. നമ്മളുടെ ഇപ്പോൾ ചില കേസുകളിലൊക്കെ എക്സ്റ്റേണൽ സോഴ്സ് തന്നെ ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ കമ്പനി ഒരുപാട് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷന് സാധ്യതയുള്ളതാണെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ സോഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കാൻ പറ്റില്ല. കാരണം ഒരു എംപ്ലോയി പറയുന്ന 2-3 ആൾക്കാരുടെ റെഫറൻസ് അനുസരിച്ചിട്ടാണ് ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് നമ്മൾ നടത്തണേ. പക്ഷേ കമ്പനി ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റിസർവേഷൻ പോളിസി കീപ്പ് ചെയ്യേണ്ടി വരും. റിസർവിൽ ഒരുപാട് എംപ്ലോയീസിനെ നമ്മൾ വയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് തന്നെ ചെയ്യേണ്ടി വരും. ദെൻ നെക്സ്റ്റ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ അഥവാ HRP. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്താ HRP എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ മാൻ പവർ റിക്വയർമെൻറ്റിനെ പ്രഡിക്റ്റ് ചെയ്യണതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഏത് സ്കില്ലുള്ള എംപ്ലോയീസിനെ കിട്ടണം, അതിനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നടത്തേണ്ടത്, ഏത് സോഴ്സ് സെലക്ട് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കണേ. അപ്പോൾ ഓർഗനൈസേഷനിലെ റിക്രൂട്ട്മെൻറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. അതിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഒന്നുകൂടെ പറയാം, റിക്രൂട്ട്മെൻറ്റ് പോളിസി, സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ, റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ്, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ, ദെൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഓഫ് ദ ഓർഗനൈസേഷൻ. റിക്രൂട്ട്മെൻറ്റ് പോളിസിയിൽ പറയുന്ന കാര്യങ്ങൾ അതേപോലെ കൺസിഡർ ചെയ്തിട്ട് വേണം ഓർഗനൈസേഷനുകൾ റിക്രൂട്ട്മെൻറ്റ് ഏത് സോഴ്സ് വേണമെന്ന് നടത്താനായിട്ട്. നെക്സ്റ്റ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെൻറ്റ്. 1, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് സ്കിൽഡ് ലേബേഴ്സ്. നമുക്ക് നല്ല കഴിവുള്ള വ്യക്തികളുടെ ഡിമാൻഡിനെയും സപ്ലൈനെയും ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നടത്തേണ്ടത്. അതായത് നമുക്ക് ആവശ്യമുള്ള സ്കില്ല് ഏതാണ്, നമ്മുടെ വർക്കിന് ആവശ്യമുള്ള സ്കില്ല് ഏതാണെന്ന് ആദ്യം തീരുമാനിക്കുക. ഇനി ആ സ്കില്ലിന് വേണ്ട എംപ്ലോയീസ് അവൈലബിൾ ആണോ എന്നുള്ളത് അടുത്തതായിട്ട് ചെക്ക് ചെയ്യുക. അങ്ങനെ അവരുടെ അവൈലബിലിറ്റിയും ഡിമാൻഡും നോക്കിയിട്ട് വേണം റിക്രൂട്ട്മെൻറ്റ് നടത്താനായിട്ട്. രണ്ടാമത്തെ, അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം. ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത്. നമ്മുടെ നാട്ടിൽ അൺഎംപ്ലോയ്മെൻറ്റ് യൂത്ത് കൂടുതലാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്,
അവരുടെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് അവരുടെ ഇൻട്രസ്റ്റിനോ ക്വാളിഫിക്കേഷനോ അനുസരിച്ചുള്ള ജോലി മാത്രമല്ല അവർ പ്രിഫർ ചെയ്യുക. വാട്ട് എവർ ആപ്ലിക്കേഷൻ ദേ വിൽ അപ്ലൈ. കാരണം എന്താ, ജോലിയില്ല. ജോലി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എന്ത് ജോലിയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോഴത്തെ കൊറോണ ക്രൈസിസിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. ഞാനിപ്പോൾ MCOM ഗ്രാജുവേറ്റാണ്, MBA ഗ്രാജുവേറ്റാണ്, സെറ്റ് നെറ്റ് എല്ലാം ഉള്ള ഒരു ക്വാളിഫൈഡ് പേഴ്സണാണ്. പക്ഷേ ഇപ്പോൾ കോളേജുകളിലൊന്നും തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറെയോ HOD വൈസ് പ്രിൻസിപ്പളിനെയോ എവിടെയെങ്കിലും റിക്രൂട്ട്മെൻറ്റ് കാണുന്നുണ്ടോ, നമ്മൾ ആപ്ലിക്കേഷൻ കാണുന്നുണ്ടോ? ഇല്ല. പകരം നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കാണുന്നുണ്ട്, ഒരു സാധാരണ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ചീഫ് അക്കൗണ്ടൻറ്റിനെ വേണം എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ നമ്മൾ കണ്ട, ഞാൻ MCOM അതിനെ ഒന്നും നോക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അപ്ലൈ ചെയ്യും. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഒരു ജോലി, എന്തെങ്കിലും ഒരു ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടോ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ടല്ല, കിട്ടണ ജോലി ചെയ്യാൻ എല്ലാവരും റെഡിയാണ്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം അത് നമ്മളപ്പോൾ അത്രയും കൺസിഡർ ചെയ്തിട്ട് വേണം റിക്രൂട്ട്മെൻറ്റ് നടത്താനായിട്ട്. കാരണം എന്താ പറയണത്, നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ വന്ന ആൾ അതിന് യോജിച്ച, ആ പൊസിഷന് യോജിച്ച ആൾ തന്നെയല്ലേ എന്നുള്ളത് നല്ലോണം ചെക്ക് ചെയ്യണം. 3, ഗവൺമെൻറ് പോളിസി. ഗവൺമെൻറ്റിന് നമ്മൾ കൊടുക്കുന്ന ജോലിക്കൊക്കെ തന്നെ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ചില പോസ്റ്റുകളിൽ ചില സ്ഥാപനങ്ങളിൽ പോസ്റ്റുകൾ വയ്ക്കുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് ജോബ് മസ്റ്റ് ബി റിസർവ്ഡ് ഫോർ SC/ST കാറ്റഗറി. റിസർവേഷൻ ഗ്രൂപ്പുകളുണ്ടാവും, അവർക്ക് ഇത്ര പെർസെൻറ്റേജ് ജോലി അവർക്ക് കൊടുത്തോളണം എന്നുണ്ട്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം റിക്രൂട്ട്മെൻറ്റ് നടത്താനായിട്ട്. അത് ആപ്ലിക്കേഷനിൽ അത് വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയും വേണം. നെക്സ്റ്റ്, ലേബർ മാർക്കറ്റ്. ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ജോബ് സീക്കേഴ്സ്, അവരുടെ അവൈലബിലിറ്റി ലേബർ മാർക്കറ്റിൽ അവർ എത്രത്തോളം അവൈലബിൾ ആണെന്നുള്ളത് നോക്കിയിട്ട് വേണം റിക്രൂട്ട്മെൻറ്റ് നടത്താൻ. 5, സൺസ് ഓഫ് ദി സോയിൽ. മണ്ണിൻ്റെ മക്കൾ എന്ന് പറയില്ലേ മലയാളത്തിൽ. എന്താ മണ്ണിൻ്റെ മക്കൾ എന്ന് പറയണത്? കേരളത്തിലാണ് ഒരു പോസ്റ്റ് ഒഴിവുള്ളെങ്കിൽ the preference should be given to the candidates of the respective state. നമ്മുടെ നാട്ടിലൊരു ജോലി ഉള്ളപ്പോൾ ബംഗാളിക്ക് നമ്മൾ പ്രിഫറൻസ് കൊടുക്കരുതെന്ന്. ദ പ്രിഫറൻസ് മസ്റ്റ് ബി ഗിവൺ ടു കേരളൈസ് ഫസ്റ്റ്. എന്നിട്ട് അതിൽ ഇല്ല, ഈ ഒരു ക്വാളിഫിക്കേഷനിലുള്ളവർ കേരളത്തിൽ നിന്ന് ഇല്ല എങ്കിൽ മാത്രമേ നമ്മൾ മറ്റ് സ്റ്റേറ്റ്സിനെ അപ്ലൈ ചെയ്യാവൂ. ഓക്കെ, നമ്മൾ ഇൻവൈറ്റ് ചെയ്യാവൂ. അതാണ് സൺസ് ഓഫ് സോയിൽ എന്ന് പറയുന്നത്. അതും കൺസിഡർ ചെയ്തിട്ട് വേണം റിക്രൂട്ട്മെൻറ്റ് പോളിസി നടത്താനായിട്ട്. 6, ഓർഗനൈസേഷൻസ് ഇമേജ് ആൻഡ് ഗുഡ് വിൽ. ഓർഗനൈസേഷൻ്റെ ഇമേജ് അല്ലെങ്കിൽ അതിൻ്റെ ഗുഡ് വില്ല് അതനുസരിച്ച് അതിനെ മേക്കപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ. ആര് വന്നാലും എടുക്കുന്നുള്ളൊരു പോളിസി പാടില്ല. നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ നിലനിർത്താൻ ക്യാപ്പബിൾ ആയിട്ടുള്ള വ്യക്തികളെ വേണം റിക്രൂട്ട്മെൻറ്റ് നടത്താൻ. അതിനനുസരിച്ചുള്ള സോഴ്സും റിക്രൂട്ട്മെൻറ്റ് മെത്തേഡും വേണം കമ്പനികൾ ഫോളോ ചെയ്യാൻ. നെക്സ്റ്റ്, ലേബർ ലെജിസ്ലേഷൻസ്. ലേബർ ലോ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? പലതരം ലോയിൽ നമ്മുടെ ലേബറിനെ, ഒരു ഓർഗനൈസേഷനിലെ ജോലിയെ സൂചിപ്പിക്കുന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഒരു ഓർഗനൈസേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആ ലോനെ അനുസരിച്ചിട്ടായിരിക്കണം എന്ത് നടത്താനായിട്ട്, റിക്രൂട്ട്മെൻറ്റ് നടത്താൻ. ഫോർ എക്സാമ്പിൾ, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 കേട്ടിട്ടുണ്ടോ? ബാലവേല വിരുദ്ധം അല്ലേ? അത് വയസ്സിന് കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ളൊരു ലെജിസ്ലേഷനാണ് 1986 ഈ പറഞ്ഞ ലെജിസ്ലേഷൻ. അതുകൊണ്ട് തന്നെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നോ മറ്റ് നാടുകളിൽ നിന്നൊക്കെ ഇറക്കിയിട്ട് അവരെ നമ്മുടെ ഓർഗനൈസേഷനിൽ ജോലിക്ക് വച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ അടച്ചുപൂട്ടേണ്ടി വരും അല്ലേ കമ്പനി. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതേപോലെ ലേബറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ലെജിസ്ലേഷൻ ഉണ്ട്. ഈ ലെജിസ്ലേഷൻസ് എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു കമ്പനി എന്ത് നടത്താനായിട്ട്, റിക്രൂട്ട്മെൻറ്റ് നടത്താൻ. ദെൻ ലാസ്റ്റ് വൺ, കോമ്പറ്റീറ്റേഴ്സ്. മാർക്കറ്റിൽ നമുക്കറിയാം, നമ്മൾക്ക് എപ്പോഴും നമ്മളെ കൂടാതെ നമ്മളെപ്പോലെ മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ വേറെയുണ്ട്. അവരോട് മത്സരിച്ച് കൂടെ നിൽക്കണം നമ്മളുടെ കമ്പനി. അപ്പോൾ അതിനനുസരിച്ചുള്ളതായിരിക്കണം ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. മിസ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ ഓർക്കണ്ടോ? എന്താ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ക്വാളിറ്റി കൊണ്ട് നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ എതിർത്ത് നിൽക്കാം നമുക്കുള്ള കപ്പാസിറ്റി. അതാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് അഡ്വാൻറ്റേജ് തരാൻ കഴിവുള്ള വ്യക്തികളായിരിക്കണം നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടത്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് while making the recruitment of the company.